ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വീട്ടിൽ നോൺ വെജ് ഇല്ല, എന്താണിപ്പോൾ ഒന്നും കറി വയ്ക്കുക, ഓംലെറ്റ് ആണെങ്കിൽ കഴിച്ച് മടുത്തു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു മുട്ട ഫ്രൈ ഒന്ന് ആക്കി നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഒന്ന് അധികം ചെയ്യേണ്ടതില്ല. ഒരല്പം മുളക് പൊടി എടുക്കുക, അതിനോടൊപ്പം തന്നെ അല്പം കുരുമുളക് പൊടി എടുക്കുക, പിന്നെ മഞ്ഞൾപ്പൊടി എടുക്കുക. ഇത് മൂന്നും കൂടി ഒരു തിക്ക് ഗ്രേവി ആയിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അല്പം ഉപ്പും ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്കൊരല്പം വെള്ളം ചേർത്തിട്ട് നമുക്കൊരു തിക്ക് ഗ്രേവി പോലെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഈ കുഴച്ചെടുക്കുന്ന ഗ്രേവി നമ്മുടെ മുട്ടയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഈ ഗ്രേവി നമ്മുടെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് നല്ല എണ്ണയ്ക്കകത്തൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മസാല ചേർത്ത് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനിത് എണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഒത്തിരി ഒന്നും എണ്ണ വേണ്ട, മുങ്ങിക്കിടക്കാനെന്നുള്ള രീതിയിൽ എണ്ണയൊന്നും വേണ്ട. കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഈ മുട്ട എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് മുട്ട ഓരോന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഒത്തിരി ഇട്ട് നമ്മളൊന്ന് ഇളക്കരുത്, ജസ്റ്റ് ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം സിമ്മിലാണ് ഞാനിത് വെച്ചിരുന്നത്, കാരണം ഇത് പൊട്ടി തെറിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഈ മസാല. അപ്പോൾ ഒരു 2 മിനിറ്റ് മീഡിയം സിമ്മിൽ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. മീഡിയം സിമ്മിൽ നിന്ന് ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് സിമ്മിലേക്ക് മാറ്റിയിട്ടുണ്ട് മറിച്ചിടുന്നത് കൊണ്ട്. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും മീഡിയം സിമ്മിലേക്ക് മാറ്റാം. എടുക്കല്ലോ താമസമൊന്നുമില്ലാതെ വെറും 5 മിനിറ്റ് കൊണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റുമാണിത്. ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.